എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കൊൽക്കത്തയിലെ സ്ട്രോങ് റൂമിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം. നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരുന്ന ബാലറ്റ് പെട്ടികൾ തുറക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് TMC രംഗത്തെത്തിയത്. ആരോപണം നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ട്രോങ് റൂമുകൾ സുരക്ഷിതമാണെന്ന വിശദീകരണവുമായി രംഗത്ത്. കനത്ത മഴയത്തും കൊൽക്കത്തയിൽ പ്രതിഷേധം തുടരുകയാണ്. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് തുടക്കമായത് ഈ ഒരു പ്രതിഷേധത്തിന്? പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. കൊൽക്കത്ത നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരുന്ന ബാലറ്റ് പെട്ടികൾ അത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ തുറന്നെന്ന് ആരോപിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ മന്ത്രിയും അവിടെ പ്രതിഷേധവുമായിട്ട് എത്തിയത്. മന്ത്രി ശശി പഞ്ച്, അവിടുത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് ആദ്യഘട്ടത്തിൽ പ്രതിഷേധവുമായിട്ടെന്നു. പിന്നാലെ കുനിൽ ഘോഷ് അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് എത്തുകയായിരുന്നു. അതായത് കൊൽക്കത്തയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ സമ്മർദ്ദ പ്രകാരം തുറക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. ഇതിനെ സാധൂകരിക്കുന്ന ചില CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പുറത്ത് വിട്ടിരിക്കുകയാണ്. ഈ ബംഗാളിൽ ഒരു വലിയ അട്ടിമറി വിജയം നേടാനായിട്ട് പോകുന്നു BJP എന്നുള്ള എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ന് വന്ന ടുഡേസ് ചാണക്യയും അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തത്. ഈ അട്ടിമറി എങ്ങനെയൊക്കെ ഉണ്ടായി എന്നത് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതായത് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പോലും ചില ഏജൻസികളെ പണം കൊടുത്ത് വലയിലാക്കി അട്ടിമറി എന്നുള്ള പ്രതീതി അത് സൃഷ്ടിച്ചു. അല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇത്തരത്തിലേക്ക് വ്യാജമായിട്ട് ആളുകളെ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് BJP പ്രവർത്തകരെ കയറ്റി ഈ സ്ട്രോങ് റൂം പെട്ടികൾക്കകത്ത് പലതരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുന്നുവെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവും മന്ത്രിയും ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞുവെന്ന് തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ല എന്ന് സമ്മതിച്ചതായിട്ട് ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മമതാ ബാനർജി ഇപ്പോൾ സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ ധർണയാണ് മഴയും അവഗണിച്ച് കൊൽക്കത്ത ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഈ ബാലറ്റ് പെട്ടി സൂക്ഷിച്ചിരിക്കുന്ന വിദ്യാലയത്തിന്റെ തൊട്ടു മുൻവശത്ത് തുടരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മണിക്കൂറുകൾക്കിപ്പുറം എന്തായാലും തൃണമൂൽ ആരോപണം പൂർണ്ണമായും നിഷേധിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ട്രോങ് റൂമുകൾ പൂർണ്ണമായും സുരക്ഷിതമാണ്. സ്ട്രോങ് റൂമുകൾ പൂട്ടി സീൽ വെച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണെന്നും പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും വിളിച്ച് ചേർത്ത് ആ സ്ട്രോങ് റൂമിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള കൃത്രിമവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുവാനുമായിട്ട് ഇടപെടൽ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. ഇനി എത്രത്തോളം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കുമെന്നറിയില്ല. എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ, നേതാക്കൾ, മന്ത്രിമാരടക്കം പ്രതിഷേധവുമായി കൊൽക്കത്ത ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ ഇനി അടക്കം ദേശീയ രാഷ്ട്രീയം അടക്കം വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കാൻ പോകുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം തന്നെ മോദി വാഴുമെന്നും ദീദി വീഴും എന്നും അതിന് പിന്നാലെയാണ് നാടകീയ രംഗങ്ങൾ ഉള്ളത്. ശരി, വ്യക്തമാണ്. സ്ട്രോങ് റൂമിന് മുന്നിൽ വലിയ പ്രതിഷേധമായിരുന്നു, നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. മമതാ ബാനർജി അങ്ങോട്ട് എത്തുകയും ചെയ്തിരുന്നു. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.